പുള്ളി ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, നമ്മളിങ്ങനെ പടം ചെയ്യുന്നുണ്ട് രാമകൃഷ്ണൻ, അതിൽ നമുക്കൊരു മ്യൂസിക് ചെയ്യണം, അപ്പോൾ എങ്ങനെയാണ്. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഒന്നും പറഞ്ഞില്ല, ബിക്കോസ് ഇത്ര അടികപ്പുകാര് ചെയ്തൊരു ടീമിന്റെ കൂടെ നമുക്ക് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നത്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഇതിപ്പോ ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്ന വേറെ വർക്കുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് മൂവി തന്നെയല്ലേ? യെസ്. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞ ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഒരു പ്രഷർ ഉണ്ടായിരുന്നു അതില്? ഇല്ല, നോർമൽ നമ്മൾ മറ്റേതൊക്കെ നമ്മുടെ ഒരു ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പേസിൽ ഇരുന്ന് ചെയ്യുന്നതാണ്. അപ്പൊ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളതിൽ കുറെ ഘടകങ്ങൾ വരും, നമ്മളതിൽ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട് അതിന്. അപ്പൊ അതെങ്ങനെയായിരുന്നു ഒരു ഫസ്റ്റ് മൂവി എന്ന രീതിയിൽ? ഫസ്റ്റ് മൂവി എന്ന രീതിക്ക് എനിക്കിത് ആക്ച്വലി ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റി ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് വർഗീസായിട്ട് വിളിച്ചപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആണ് പുള്ളി. ആദ്യം തന്നെ രാമകൃഷ്ണ എങ്ങനെയാണ് അടി കപ്പിയാൽ കഴിഞ്ഞിട്ട് അതേപോലത്തെ ഒരു കൂടുതൽ വരുന്ന ഒരു സിനിമ, അതൊരു ഭയങ്കര ഹിറ്റായിരുന്നു. ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ എന്തായാലും അതിലൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് അതേ പറഞ്ഞു ഇത് നമുക്ക് ആക്ച്വലി ഞാൻ സോങ് ആദ്യം ചെയ്ത ഒരു പ്രൊമോഷൻ സോങ് പോലെയാണ്. പിന്നെ ഇത് ആക്ച്വലി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് മൂവിയിൽ യൂസ് ചെയ്യാം എന്നുള്ളൊരു കൺക്ലൂഷനിലാണ് എത്തിയത്. സോ അത് ആദ്യമേ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു പുള്ളി എല്ലാം അടിപൊളിയായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, എങ്ങനെയാണ് ഇത് മൂഡ് വേണ്ടത്, എന്തൊക്കെയാണ്. അപ്പോൾ ഞാനായിട്ട് എൻ്റെ സൈഡിൽ നിന്ന് ഒരു 3 വേർഷൻസ് അയച്ചു കൊടുത്തു. പുള്ളി അതിൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് എടുത്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് മൂവി നമ്മുടെ ബെസ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതെനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് സാധിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ഓഡിയൻസ് ബാക്കി പറയും. ഏത് ടൈപ്പ് ഓഫ് ജോണേഴ്സ് ആണ് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം? എനിക്ക് ആക്ച്വലി അനിരുദ്ധന്റെ ഒരു പാറ്റേൺ ഉണ്ട്, നമുക്കറിയാം. കൂടുതൽ കുറച്ചൊരു കൂലിയായാലും ലോകേഷ് മൂവീസ് ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതാണോ ഞാൻ പറഞ്ഞത്, അതോ ഈ ഒരു റൊമാൻറ്റിക് ഇതാണോ, എങ്ങനെയാണ്, ഏത് ജോണറാണ് കൂടുതൽ ഇൻട്രസ്റ്റഡ്? എനിക്ക് ആക്ച്വലി പേഴ്സണലി ഇൻട്രസ്റ്റ് പറയുകയാണെങ്കിൽ എനിക്കൊരു റൊമാൻറ്റിക് ജോണർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ മൂവി കമ്പോസർ എന്ന് എയിം ചെയ്യുമ്പോൾ നമ്മളൊരു ജോണർ ബേസ്ഡ് അല്ലാണ്ട് എല്ലാം ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതാണ് ഒരു കമ്പോസറിന് വേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് ഏത് സീനാണെങ്കിലും അപ്പോൾ നല്ല ബെറ്റർ ആയിട്ട് നമുക്ക് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാലന്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മൾ കൊണ്ടുവരണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണോ അതോ സോങ്സ് ആണോ കൂടുതൽ ഇപ്പോഴത്തെ ഒരു രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് പേഴ്സണലി സോങ്സ് ചെയ്യാനാണ് താല്പര്യം, ബട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാവരും ചെയ്യും. ഫോർ എക്സാമ്പിൾ ഡ്യൂഡ് എടുക്കുവാണെങ്കിൽ ഒരു 5 to 6 songs ഇഫ് ഐ ആം നോട്ട് റോങ്. അപ്പോൾ നമുക്ക് ആ ഒരു 6 songs വെച്ച് തന്നെ കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് പുള്ളി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഗുഡ്. അപ്പോൾ ആ ഒരു അപ്രോച്ച് ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. താങ്ക്സ് സോ മച്ച്.